അങ്ങനെ കാലങ്ങൾക്ക് ശേഷം കാശ്മീരിൽ വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞ ശേഷമുള്ള ആദ്യത്തെ കാശ്മീർ അസംബ്ലി തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ ലോക ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്ന ഈ ഇലക്ഷൻ നടക്കുന്നത് സെപ്റ്റംബർ 18 മുതൽ 3 ഘട്ടങ്ങളായി ഒക്ടോബർ 1 വരെയാണ്. ഫലം വരുന്നത് ഒക്ടോബർ 4-നും. ആർട്ടിക്കിൾ 370 എടുത്തു കളയാനുള്ള അവകാശമുണ്ടായിരുന്നത് കാശ്മീർ നിയമസഭയ്ക്കായിരുന്നു. കാശ്മീരിൽ ഗവർണർ ഭരണം പ്രഖ്യാപിച്ചുകൊണ്ട് നിയമസഭയുടെ അധികാരം ഗവർണറിലേക്ക് മാറ്റി ഗവർണറുടെ ശുപാർശ രാഷ്ട്രപതിക്ക് നൽകിയാണ് മോദിയും അമിത്ഷായും അജിത് ഡോവലും ചേർന്ന ത്രയം ആർട്ടിക്കിൾ 370 എന്ന ഡെമോക്രാസിൻ്റെ വാൾ പോലെ തൂങ്ങിക്കിടന്നിരുന്ന ഇന്ത്യയുടെ ശാപം ഇല്ലാതാക്കിയത്. എന്നാൽ BJP അല്ലാതെ മറ്റൊരു കക്ഷി ഭൂരിപക്ഷം നേടി കാശ്മീരിൽ വീണ്ടും അധികാരം പിടിച്ചാൽ ആർട്ടിക്കിൾ 370 വീണ്ടും പുനഃസ്ഥാപിക്കുമോ? ഇത്തവണ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും തമ്മിൽ സഖ്യം ചേർന്നാണ് ഇലക്ഷനിൽ മത്സരിക്കുന്നത്. BJP തനിച്ചും PDP തനിച്ചും മത്സരിക്കുമെന്നാണ് കേൾക്കുന്നത്. ഇത്തവണ ആം ആദ്മി പാർട്ടിയും കാശ്മീരിൽ മത്സരിക്കുന്നുണ്ട്. എന്നാൽ അവസാന നിമിഷം നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിനൊപ്പം PDP കൂടി ചേരാനാണ് സാധ്യത. കാരണം മോദി വിരുദ്ധ രാജ്യവിരുദ്ധ ശക്തികളുടെ സമ്മർദ്ദം ഇവർക്ക് മേലുണ്ടാകും എന്നുറപ്പാണ്. ഇപ്പോൾ തന്നെ 3-ാം ടൈമിൽ സ്വതവേ ദുർബലനായിരിക്കുന്ന മോദിയെ അടിക്കാൻ കിട്ടുന്ന ഒരു വടി കൂടിയാണ് കാശ്മീരിലെ ഭരണം പിടിക്കലും ആർട്ടിക്കിൾ 370 വീണ്ടും കൊണ്ടുവരലും. ഇത്തവണ നാഷണൽ കോൺഫറൻസ് അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തങ്ങൾ അധികാരത്തിലെത്തുകയാണെങ്കിൽ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കുമെന്നാണ് അവരുടെ വാഗ്ദാനം. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ തന്നെ ആദ്യമായി കാശ്മീരിൽ 52% പോളിംഗ് രേഖപ്പെടുത്തിയത് മോദിക്ക് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നൊരു നേട്ടമാണ്. പാകിസ്ഥാൻ ഇപ്പോഴും പറയുന്നത് കാശ്മീരിലെ ജനങ്ങൾ ഭാരതത്തെ ഇഷ്ടപ്പെടുന്നില്ല എന്നും അവർ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരാണെന്നുമാണ്. അതുകൊണ്ട് തന്നെ കാശ്മീർ ഇലക്ഷൻ ബഹിഷ്കരിക്കണമെന്ന് പാകിസ്ഥാനും കാശ്മീർ വിഘടനവാദികളും പലപ്പോഴും ആഹ്വാനം ചെയ്യാറുണ്ട്. ഇത്തവണയും സ്ഥിതി വ്യത്യസ്തമല്ല. ഒപ്പം ഇലക്ഷൻ കാലങ്ങളിൽ ബോംബ് സ്ഫോടനങ്ങളും ഭീകരാക്രമണങ്ങളും അവർ നടത്താറുമുണ്ട്. എന്നാൽ പഴയ കാലം വെച്ച് നോക്കിയാൽ കാശ്മീർ ഇപ്പോൾ വളരെ ശാന്തമാണ്. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും മഞ്ഞിൽ കളിക്കാൻ കഴിയുന്നത്ര സുരക്ഷിതത്വം. കാശ്മീർ നിവാസികൾ പഠിക്കാനും ജോലി ചെയ്യാനും കൃഷിയും വ്യവസായം ചെയ്യാനും ആവേശത്തോടെ മുന്നോട്ട് വരുന്നുവെന്നാണ് BJP പറയുന്നത്. അത് ശരിയാണെന്ന് ഒന്നുകൂടി ഉറപ്പിക്കാൻ ഇത്തവണ നടക്കുന്ന കാശ്മീർ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് 55 മുതൽ 60% പോളിംഗ് ഉറപ്പിക്കുക എന്നതാണ് മോദി അമിത്ഷാ അജിത് ഡോവൽ സഖ്യത്തിൻ്റെ ആദ്യത്തെ ശ്രമം. കൂടുതൽ സീറ്റിൽ ജയം നേടിയെടുക്കലും കാശ്മീർ ഭരണവുമൊക്കെ രണ്ടാമത്തെ ചിന്ത മാത്രമാണ്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുക എന്നത് BJPക്ക് കിട്ടാക്കനി തന്നെയായിരിക്കും എന്നതുകൊണ്ട് ത്രിശങ്കു ഫലവും അതുവഴി വീണ്ടും രാഷ്ട്രപതി ഭരണവും തന്നെയാണ് BJP ലക്ഷ്യം വെക്കുന്നത്. ഇത്തവണ കാശ്മീരിൽ ഡീലിമിറ്റേഷൻ നടത്തി സീറ്റുകളുടെ എണ്ണം കൂട്ടിയതിനു ശേഷം മാത്രം ഇലക്ഷൻ എന്നതായിരുന്നു മോദിയുടെ തീരുമാനം. എന്നാൽ സെപ്റ്റംബർ 30-ന് മുമ്പ് കാശ്മീരിൽ ഇലക്ഷൻ നടത്തണമെന്നുള്ള സുപ്രീം കോടതി വിധിയാണ് അതിന് തടസ്സമുണ്ടാക്കിയത്. ഇപ്പോൾ കാശ്മീരിൽ ഭീകരാക്രമണങ്ങൾ നടത്താൻ പാകിസ്ഥാനും തീവ്രവാദികൾക്കും കാശ്മീരിലെ ചെറുപ്പക്കാരെ ലഭിക്കുന്നില്ല എന്നാണ് കാശ്മീർ പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. കാശ്മീരിലെ അതീവ സുരക്ഷ മനസ്സിലാക്കി ചൈനയുടെ സഹായത്തോടെ ജമ്മുവിൽ ചില ഭീകരാക്രമണങ്ങൾ സംഘടിപ്പിക്കാൻ പാകിസ്ഥാൻ ഭീകര സംഘടനകൾക്ക് ഇത്തവണ കഴിഞ്ഞിരുന്നു. അതിനുള്ള മറുപടിയും ഈ ഇലക്ഷന് മുൻപ് മോദിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 2024 ഓഗസ്റ്റ് 5-ന് ഭാരതം കാശ്മീരിൻ്റെ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിൻ്റെ 5-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിലാണ് കാശ്മീരിൽ വീണ്ടും അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്നത് എന്നത് ശ്രദ്ധേയം തന്നെയാണ്. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞത് ആദ്യം പല പ്രശ്നങ്ങളും തെറ്റിദ്ധാരണകളും കാശ്മീർ ജനതയിൽ പോലും ഉണ്ടാക്കിയിരുന്നെങ്കിലും ഇപ്പോൾ അവരെ തന്നെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നുവെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മാർഗനിർദ്ദേശത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ 370-ാം വകുപ്പ് റദ്ദാക്കുന്ന ബില്ല് പാസാക്കിയപ്പോൾ അത് രാജ്യത്തിന്റെ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം എഴുതി ചേർത്തു. 370-ാം വകുപ്പ് രാജ്യസുരക്ഷയ്ക്കും ഐക്യത്തിനും തന്നെ ഒരു വെല്ലുവിളിയായിരുന്നു അതുവരെ. ഈ വകുപ്പ് റദ്ദാക്കിയതോടെ രാജ്യം പുതിയൊരു വഴിത്തിരിവിലേക്ക് കടന്നു. भारत के राष्ट्रपति द्वारा इस घोषणा पर हस्ताक्षर किए जाएंगे, इसे सरकारी गैजेट में प्रकाशित किया जाएगा। उस दिन से अनुच्छेद 370 के सभी खंड लागू नहीं होंगे. വെടിയുണ്ടകളുടെ ശബ്ദം മുഴങ്ങിയിരുന്ന കാശ്മീർ ഇന്ന് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും അന്തരീക്ഷം പുലരുന്ന നാടായി മാറിയിരിക്കുന്നു. ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷായുടെ വീക്ഷണവും നയതന്ത്രവും പ്രതിബദ്ധതയും കഠിനാധ്വാനവും അതിന്റെ ഫലം കണ്ടു. അങ്ങനെ കാശ്മീരിൽ സുരക്ഷയുടെയും വികസനത്തിന്റെയും പുതിയൊരു യുഗം പിറന്നു. 370-ാം വകുപ്പ് റദ്ദാക്കിയത് ഫലപ്രദമാണെന്നാണ് കണക്കുകൾ തന്നെ തെളിയിക്കുന്നത്. കലാപ സംഭവങ്ങളിൽ 68% കുറവുണ്ടായി. സാധാരണ പൌരന്മാരെ കൊല്ലുന്നത് 81% കുറഞ്ഞപ്പോൾ മൊത്തത്തിലുള്ള കൊലപാതകങ്ങളിൽ 69% കുറവുണ്ടായി. പ്രാദേശിക ഭരണകൂടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിലൂടെ ഇന്ന് 30,000-ത്തിലധികം ജനപ്രതിനിധികൾ ജമ്മു കാശ്മീരിൽ ജനാധിപത്യത്തിന്റെ വേരുകളെ കരുത്തുറ്റതാക്കുന്നു. ഭീകരത വിട്ടൊഴിഞ്ഞ ഈ മനോഹരമായ മേഖല ഒരിക്കൽ കൂടി വിനോദസഞ്ചാര വ്യവസായ ഭൂപടത്തിൽ ഉയർന്നുവന്നു. 2 പതാകകൾ, 2 കോടതികൾ, പത്താൻകോട്ട് നാഗ പെർമിറ്റ്, 2 ഭരണഘടനകൾ എന്നിവയുടെ യുഗം ജമ്മു കാശ്മീരിൽ അവസാനിച്ചു. പുതിയ ആധുനിക ജയിലുകൾ നിർമ്മിക്കുകയും താഴ്വരയിലെ ക്ഷേത്രങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്തു. ജമ്മു കാശ്മീരിൽ 2010-ൽ 2794 കല്ലേറ് സംഭവങ്ങൾ ഉണ്ടായപ്പോൾ
2023 അത് പൂർണ്ണമായും നിലച്ചു. വിഘടനവാദത്തിലും ഭീകരപ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരുന്ന ആളുകളുടെ കുടുംബങ്ങളിൽ നിന്നുള്ളവർക്ക് ആർക്കും സർക്കാർ ജോലി നൽകാൻ പാടില്ല എന്ന് തീരുമാനിച്ചു. അത്തരത്തിൽ ആരെങ്കിലും നിലവിൽ ജോലിയിലുണ്ടെങ്കിൽ തന്നെ അവരെ പിരിച്ചുവിടാനുള്ള ഉത്തരവും നൽകി. കൊല്ലപ്പെട്ട തീവ്രവാദികളുടെയും വിഘടനവാദികളുടെയും ശവസംസ്കാര ഘോഷയാത്രകളും നിരോധിച്ചു. ഇതുമൂലം കാശ്മീർ താഴ്വരയിൽ നിന്നും കല്ലേറ് സംഭവങ്ങൾ പൂർണ്ണമായും അപ്രത്യക്ഷമായി. Enemy of humanity, and there can be no ifs and buts in dealing with it. ഇത് മാത്രമല്ല, ജിഹാദി ഭീകരപ്രവർത്തനം, മതമൌലികവാദം, അതിനുള്ള ധനസഹായം, നിയമവിരുദ്ധമായ ആയുധ കള്ളക്കടത്ത് എന്നിവ നിരോധിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു 25 പോയിന്റ് സമഗ്ര ആക്ഷൻ പ്ലാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തയ്യാറാക്കി. ജമ്മു കാശ്മീരിൽ ഈ പദ്ധതി വിജയകരമായി നടപ്പാക്കി. ഭീകരപ്രവർത്തനങ്ങൾക്കെതിരെ മുൻകാലങ്ങളിൽ നിസ്സഹായരായിരുന്ന പ്രാദേശിക പോലീസ് ഇപ്പോൾ കരുത്തരാവുകയും ഭീകരപ്രവർത്തനങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ മുഖ്യ പങ്ക് വഹിക്കുവാനും ആരംഭിച്ചു. जमायते इस्लामी पर कश्मीर में पाबंदी कर दी, आतंकवादियों के समर्थन को चुन चुन कर नौकरियों से हटाया. अब किसी भी आतंकवादी की मृत्यु का जनाजा नहीं निकलता है, क्योंकि जो जहां मारा जाता है वही दफन किया जाता है. 370 വകുപ്പ് റദ്ദാക്കിയതിനു ശേഷം ജമ്മു കാശ്മീരിനെ ഇപ്പോൾ മൊത്തം രാജ്യവുമായി ഏകോപിപ്പിച്ചിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് ശ്രീനഗറിൽ G20 ഉച്ചകോടി വിജയകരമായി നടപ്പാക്കിയത് സർക്കാരിന്റെ തീരുമാനങ്ങൾക്കും ജനങ്ങളുടെ വികാരങ്ങൾക്കുമുള്ള സമ്പൂർണ്ണ അംഗീകാരമായി മാറി. ജമ്മു കാശ്മീരിലെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളോട് യാതൊരു സഹിഷ്ണുതയും കാണിക്കില്ല എന്നുള്ള കേന്ദ്ര ഗവൺമെന്റ് നയം മൂലം ഭീകരവാദത്തിന്റെയും വിഘടനവാദത്തിന്റെയും വികാരത്തെ സമ്പൂർണ്ണമായി ഇവിടെ പരാജയപ്പെടുത്താൻ സാധിച്ചു. ഇന്നിപ്പോൾ ഇവിടെ സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ ഈ അവിഭാജ്യ പ്രദേശം ഒരിക്കൽ കൂടി ഭൂമിയിലെ യഥാർത്ഥത്തിലുള്ള സ്വർഗമായി വീണ്ടും ഉയർന്നു വന്നിരിക്കുന്നു.